നെടുമങ്ങാട് 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുറ്റം സമ്മതിച്ച രണ്ടാനച്ഛൻ അഷ്കർ. കുഞ്ഞിനെ സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്നാണ് അഷ്കർ പോലീസിന് നൽകിയ മൊഴി. നേരത്തെ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റസമ്മതം നടത്തിയത്. വിവരങ്ങളുമായി വീണ ചേട്ടുണ്ട്. വീണ, നമ്മുടെയൊക്കെ മനസാക്ഷിയെ അതിക്രൂരമായി കുത്തിമുറിവേൽപ്പിച്ച ഒരു സംഭവമാണ് ഈ 1.5 വയസ്സുകാരന്റെ മരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് രണ്ടാനച്ഛൻ. അദ്ദേഹത്തിന് ആ പേരിന് പോലും അർഹനല്ല. എങ്കിൽ കൂടി നമുക്ക് വാർത്ത വായിക്കുന്ന ഒരു ഘട്ടത്തിൽ ആ പേര് പറയേണ്ടത് തന്നെയുണ്ട്. എന്താണ് ഈ അഷ്കറുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്? എന്തിനാണ് ഈ പിഞ്ചു കുഞ്ഞിനോട് ഇത്ര വലിയ ക്രൂരത കാണിച്ചത്? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ്. 1.5 വയസ്സുകാരൻ്റെ അമ്മ അഖിലയുടെ പങ്കാളിയാണ് അക്ഷർ. അപ്പോൾ അഷ്കർ എന്തിനാണ് ഇത്തരത്തിൽ കുഞ്ഞിനോട് ക്രൂരത കാട്ടിയെന്നുള്ളൊരു വലിയ ചോദ്യം ബാക്കിയാവുകയാണ്. നിരന്തരമായി കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്ന് തന്നെയാണ് കുഞ്ഞിൻ്റെ മരണത്തിന് ശേഷം പുറത്തു വരുന്ന വിവരങ്ങൾ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലാണ്. ഈ പോലീസ് സ്റ്റേഷനിലാണ് കേസ് അന്വേഷണം നടക്കുന്നത്. നിലവിൽ ഇരുവരും, അതായത് അമ്മയും അതുപോലെ തന്നെ അഷ്കറും ഇവിടെയുണ്ട്. ഇവിടെ വെച്ച് തന്നെയാണ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്ന് തന്നെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. നിരന്തരമായൊരു ചോദ്യം ചെയ്യൽ, പോലീസ് ചോദിക്കേണ്ട രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഒടുവിൽ കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യം ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു അഷ്കറിന്റെ പ്രതികരണം. ഒടുവിൽ കുഞ്ഞിനെ നിരന്തരമായി ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്ന് അഷ്കർ സമ്മതിക്കുകയാണ് ചെയ്തത്. ഒപ്പം തന്നെ ഈ അമ്മയ്ക്കും അറിവുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വിശദാംശങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് അമ്മ അഖിലയും നൽകിയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അല്പസമയങ്ങൾക്ക് മുമ്പ് കുഞ്ഞിന്റെ മുത്തശ്ശൻ, പിതാവായ അഖിലിന്റെ അച്ഛൻ സുനിൽകുമാർ ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു. നിരന്തരമായി കുഞ്ഞ് ഉപദ്രവിക്കപ്പെടുന്നതിൽ താൻ അറിഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട കുഞ്ഞിനെ തൻ്റെ പക്കൽ മുത്തശ്ശനും മുത്തശ്ശിയും വളർത്തിക്കൊള്ളാം, തങ്ങൾ സംരക്ഷിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് അഖിലയെ സമീപിച്ചിരുന്നുവെങ്കിൽ പോലും കുഞ്ഞിനെ നൽകുന്നതിൽ, കുഞ്ഞിന് കൈ ഒടിഞ്ഞ സമയത്താണ്, മാസങ്ങൾക്ക് മുമ്പ് കൈ ഒടിഞ്ഞ സമയത്താണ് ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കുടുംബാംഗങ്ങൾ, അതായത് കുഞ്ഞിൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ എത്തിയത്. പക്ഷേ അതിനുശേഷം കുഞ്ഞിനെ നൽകാമെന്ന് പറഞ്ഞെങ്കിൽ പോലും നൽകിയില്ല എന്നുള്ളതാണ്. ഈ മുത്തശ്ശനെയും മുത്തശ്ശിയെയും സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദുഃഖകരമായ കാര്യം, ജനിച്ച 1.5 വർഷമായിട്ട് പോലും ആ പേരക്കുഞ്ഞിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അവർ ഇന്നലെ ചേതനയേറ്റ ശരീരമായാണ് തങ്ങളുടെ പേരക്കുഞ്ഞിനെ കണ്ടതെന്നുള്ളതാണ്. മകൻ മരിച്ച് 2 വർഷങ്ങൾക്ക് ശേഷമാണ് അഖിലയുടെ മകൻ മരിച്ച് 2 വർഷമാകുന്നു. അന്ന് മകൻ മരിക്കുന്ന സമയത്ത് അഖില ഗർഭിണിയായിരുന്നു. അന്ന് വീട് വിട്ട് പോയ അഖിലയെ പിന്നീട് കണ്ടിട്ടില്ല എന്നും കുടുംബങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ പ്രണയ വിവാഹമായിരുന്നു. ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിക്കുവാനുള്ള നീക്കമടക്കം അഖിലയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്ന് കുടുംബാംഗങ്ങൾക്ക് ബോധ്യപ്പെട്ട സാഹചര്യമുണ്ട്. അഖിലയുടെ ഡാൻസ് ടീച്ചറായ അനു ടീച്ചർ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശനായ സുനിൽകുമാറിന് നൽകിയിരുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആ വിവരങ്ങൾ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുത്തശ്ശൻ ഇടപെടൽ നടത്തുകയും കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനടക്കമുള്ള നീക്കങ്ങൾ നടത്തുവാൻ ആരംഭിച്ചതും. കുഞ്ഞ് ഈ ഒരു തൊണ്ടയിൽ ചോറ് കുടുങ്ങിയതിനു ശേഷം കുഞ്ഞിന് മരണപ്പെട്ടു എന്നറിഞ്ഞ സമയത്ത് തന്നെ അസ്വാഭാവികത തോന്നിയിരുന്നു. ഒപ്പം തന്നെ കുഞ്ഞിൻ്റെ കൈ ഒടിഞ്ഞിരുന്ന സമയത്തും അത്തരത്തിലുള്ള അസ്വാഭാവികത തോന്നിയിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. 51 മുറിവുകളാണ് ആ കുഞ്ഞ് ശരീരത്തുള്ളതെന്നുള്ളതാണ്. ഒപ്പം തന്നെ ജനനേന്ദ്രിയത്തിലടക്കം ആഴത്തിലുള്ള മുറിവേറ്റിട്ടുണ്ട്. ശരീരത്തിലടക്കം സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകളുണ്ട് എന്നുള്ളതാണ്. കേവലം 1.5 വയസ്സ് മാത്രമുള്ള കുഞ്ഞ്, അമ്മ അച്ഛ എന്ന് മാത്രം വിളിക്കാൻ അറിവുള്ള കുഞ്ഞ്, ആ കുഞ്ഞിനെ നിരന്തരം ഉപദ്രവിക്കുമ്പോൾ അമ്മ എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ള വലിയ ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് അഖിലയ്ക്ക് മറുപടി പറയേണ്ടി വരുമെന്നുള്ളതാണ്. ഈ അഖില ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അഖില ഡാൻസറായി വർക്ക് ചെയ്യുന്ന അതേ സ്ഥാപനത്തിലെ വാഹനത്തിൻ്റെ ഡ്രൈവറാണ് അഷ്കർ എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഷ്കർ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതിന്, ക്രൂര മർദ്ദനത്തിന് ഇരയാക്കിയെന്ന വിവരങ്ങൾ വന്നതിന് പിന്നാലെ തന്നെ ഇവിടെ നെടുമങ്ങാട് പനവൂരാണ് അഖിലയും ഒപ്പം തന്നെ ഈ അഷ്കറും താമസിച്ചിരുന്നത്. അഷ്കറിൻ്റെ വാഹനങ്ങളടക്കം അടിച്ചു തകർത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ ഈ നിരന്തരമായി ഈ ആക്രമണത്തിന് വിധേയമാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇടപെടൽ നടത്തിയില്ല, അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളടക്കം കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നതിൽ 51 മുറിവുകളാണ് പിഞ്ചു ശരീരത്തിലുണ്ടായിരുന്നത്. അതിൽ ജനനേന്ദ്രിയത്തിലടക്കം ആഴത്തിലുള്ള മുറിവുകളുണ്ട്. സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകളുണ്ട്. എന്തായാലും ഈ കുഞ്ഞിനെ ആദ്യമേ അമ്മത്തൊട്ടിലൊക്കെ ഉപേക്ഷിക്കാനായിരുന്നു ഈ മാതാവ്, വിശേഷിപ്പിക്കുന്നില്ല എങ്കിലും അഖിലയുടെ ആ ഒരു നീക്കമെന്ന് പറയുന്നത്. എന്നാൽ പിന്നെ അങ്ങനെ അങ്ങ് ചെയ്താൽ മതിയായിരുന്നല്ലോ. ആ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടാകുമായിരുന്നു. ആ കുഞ്ഞിൻ്റെ കൈ ഒടിച്ചു. ഒപ്പം പലവിധ നരകയാതനയാണ് ആ പിഞ്ചു കുഞ്ഞിന് അനുഭവിക്കേണ്ടി വന്നത്. എന്തായാലും നമുക്കിത് അംഗീകരിക്കാൻ കഴിയില്ല. പൊതുസമൂഹം ഇതിന് മാപ്പ് നൽകില്ല. അച്ഛനെന്നും അമ്മയെന്നും വാക്കിന് പോലും അർഹരല്ല അവർ രണ്ടുപേരുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വീണയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.